ഹലോ എവരിവൺ, ഡോക്ടർ ജയലക്ഷ്മി ഹിയർ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സൊസൈറ്റി നമ്മുടെ ചുറ്റുപാടും സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവെയർനെസ് തരുന്ന ഒരു ഷോർട്ട് വീഡിയോ സീരീസാണിത്. ഞാൻ ഡോക്ടർ ജയലക്ഷ്മി. ഇവിടെ ഞാൻ പറയുന്നത് പല ഭാഗങ്ങളായിട്ട് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒരു കുട്ടി, അവൻ നന്നായി എഴുതാനും വായിക്കാനും പറ്റും. എന്നാൽ സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നതിന്, മറ്റു കുട്ടികളുമായി കളിക്കുന്നതിന് ഒന്നും അവന് പറ്റുന്നില്ല. കണക്കുകളൊക്കെ നന്നായി ചെയ്യും, ലാംഗ്വേജുകൾ പഠിക്കും, പുതിയ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് പല കാര്യങ്ങളും പുതിയതായി ചെയ്യുന്നതിന്, ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്യുന്നതിന് അവന് സാധിക്കും. എന്നാൽ ഒരു പാർട്ടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ പൊതുസ്ഥലത്ത് പോകുമ്പോഴോ മറ്റ് ആളുകളിരിക്കുന്നത് പോലെ, മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവനെക്കൊണ്ട് സാധിക്കില്ല. ഇതാണ് ന്യൂറോ ഡൈവേർജൻസി എന്നുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ചലഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. ഇപ്പോൾ ഞങ്ങളുടെ എയ്ഡനെ സംബന്ധിച്ച് 7ാം വയസ്സിൽ IQ ടെസ്റ്റ് ചെയ്തപ്പോൾ 110 IQ. എന്നാൽ EQ ലെവൽ വരുമ്പോഴാണ് ഇതിൻ്റെ മിസ് മാച്ചിങ് ഉണ്ട് എന്നും അതനുസരിച്ചാണ് ഇവരുടെ വ്യത്യാസം, ഇവരുടെ ബിഹേവിയറിൽ വരുന്നതെന്നും നമുക്ക് തിരിച്ചറിവ് ലഭിച്ചത്. അതായത് ഒരു വീടിന് ചുമരുകൾ ബലവത്താണെങ്കിലും തറയില്ലാത്ത അവസ്ഥയാണിത്. ഇവിടെ എന്ത്, എപ്പോൾ, എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാകില്ല. ഇവിടെ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ ആ വീടിൻ്റെ ഫ്ലോറിന് അല്ലെങ്കിൽ തറയ്ക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. പുറമേ നോക്കിയാൽ എല്ലാവരെയും പോലെ തന്നെ, എല്ലാ വീടുകളെയും പോലെ തന്നെയുള്ള എക്സ്റ്റീരിയറാണ് ഇവർക്കും. ഇവിടെയാണ് ബ്രെയിനിൻ്റെ ന്യൂറോ ടിപ്പിക്കലും അതുപോലെ തന്നെ ന്യൂറോ ഡൈവേർജൻസി എന്ന 2 ഗ്രൂപ്പുകളായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പഴയ ആളുകളും അല്ലെങ്കിൽ സാധാരണക്കാരും പറയുന്ന, ഒരുപാട് മിടുക്കരെന്ന് പറയുന്ന കുറേ സ്കില്ലുകളാണ് റീഡിങ് സ്കില്ല്, മെമ്മറി, മാത്തമെറ്റിക്കൽ സ്കില്ല്, അതുപോലെ ബൈ ഹാർട്ട് ചെയ്യുന്നതിനുള്ള കഴിവ്, അനാലിസിസ് ചെയ്യുന്നതിനുള്ള കഴിവ് തുടങ്ങിയൊക്കെ. എന്നാൽ EQ ആയി ഇതൊരു മിസ്മാച്ചിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ റെഗുലേഷൻ, മാറ്റങ്ങളോടുള്ള പ്രതികരണം, ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യുക, ഫിയർ, ആങ്കർ മാനേജ്മെൻറ്റ്, ആങ്സൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കുട്ടികൾക്ക് പെട്ടെന്ന് സാധിക്കുകയില്ല. ഒരു സൊസൈറ്റിയിൽ വരുമ്പോൾ ഈ ഒരു IQ ലെവൽ അനുസരിച്ച് ചെയ്യുന്ന ആദ്യ കാര്യങ്ങൾ ഒരിക്കലും EQ ലെവൽ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല.